ഇപ്പോൾ നിലവിൽ ഇങ്ങനെ ഒരു സംഭവത്തിൻ്റെ ഒരു ദുഃഖം എത്രത്തോളം ഉണ്ട് ഈ ദേവസ്വങ്ങളിലൊക്കെ ഈ ഒരു പ്രത്യേകിച്ച് എല്ലാം ഒരുങ്ങി അവസാന ഘട്ടത്തിലാണ്. വലിയ ഒരു ദുഃഖത്തിലാണ്. എന്തുകൊണ്ടെന്നാൽ എല്ലാ തയ്യാറെടുപ്പും കഴിഞ്ഞു. ആ തയ്യാറെടുപ്പ് കഴിഞ്ഞതിന് ശേഷം ഏതാണ്ട് പൂർത്തീകരിച്ചതിന് ശേഷമാണ് ഇന്നലെ ഈ സംഭവം ഉണ്ടാകുന്നത്. ദേശക്കാരും നാട്ടുകാരും കേരള സമൂഹം മുഴുവൻ വളരെയധികം ദുഃഖത്തിലാണ് ഇത്തരമൊരു അപകടം നടന്നത്. ഇപ്പോൾ അന്നലെ വാർത്തകളൊക്കെ ശ്രദ്ധയിൽപ്പെട്ട ശേഷം ഇത്രയും ഒരു എന്താ പറയുക ഒരു സാമ്പിൾ വെടിക്കെട്ടിൻ്റെ ഇതിലേക്ക് പോകാമെന്നൊക്കെ ആയിരുന്നല്ലോ. അപ്പോൾ തിരുവമ്പാടി ദേവസ്വത്തിലും ആളുകളൊക്കെ സംബന്ധിച്ചിടത്തോളം വലിയ വിഷമത്തിലാണ്. അവിടെ നിന്ന് തന്നെ എനിക്ക് തോന്നുന്നു 3-4 ആൾക്കാർ ആ ഭാഗത്ത് തന്നെ നഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും വളരെയധികം ദുഃഖത്തിലാണ്. ഈ പൂരത്തിൻ്റെയൊക്കെ ഒരുക്കങ്ങൾ വലിയൊരു കഷ്ടപ്പാട് ദേവസ്വം ഭാരവാഹികളും ദേശക്കാരൊക്കെ ഉണ്ടല്ലോ. ഒരു വർഷമായിട്ടുള്ളൊരു അധ്വാനം തയ്യാറെടുപ്പാണ്. അപ്പോൾ അതെല്ലാം കണക്കിലെടുത്തുകൊണ്ട് ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ളൊരു അപ്രോച്ചേ ഉണ്ടാവുള്ളൂ. ഇപ്പോൾ പാലക്കാട് നിന്ന് നമ്മൾ വെടിക്കെട്ട് സാമഗ്രികൾ ഇങ്ങോട്ട് കൊണ്ടുവരാമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം അനുമതിയോടുകൂടിയല്ലേ ഇനി ഇപ്പോഴത്തെ ഒരു സാഹചര്യം? അല്ല, അനുവാദം ഇല്ലാണ്ട് ഒന്നും ചെയ്യില്ല. അനുവാദം ഇല്ലാണ്ട് ഒരു അതായത് ഇപ്പോൾ ഇന്ന് മന്ത്രിസഭാ യോഗം ചേരുകയാണ്. അതിനകത്ത് ഒരു തുടർ നടപടി ഉണ്ടാകും എന്നുള്ളതാണ് പറയുന്നത്. എന്നിട്ട് നാളെ ദേവസ്വങ്ങളുടെയും ഘടകക്ഷേത്രങ്ങളുടെയും യോഗം വിളിക്കാനാണ് നിലവിൽ സർക്കാരിൻ്റെ നീക്കം. അങ്ങനെയാണെങ്കിൽ സർക്കാർ മുന്നോട്ട് വയ്ക്കുന്ന നിർദ്ദേശങ്ങൾ അംഗീകരിക്കുന്നു? തീർച്ചയായിട്ടും സർക്കാർ എന്താ പറയുന്നത് വെച്ചാൽ അത് അംഗീകരിക്കുക എന്നുള്ളതാണല്ലോ. ഒരു റെസ്പോൺസിബിൾ സിറ്റിസൺ അല്ലെങ്കിൽ റെസ്പോൺസിബിൾ പീപ്പിൾ എന്നുള്ള നിലയ്ക്ക് ഞങ്ങൾ ചെയ്യേണ്ടത് എന്താ, സർക്കാർ ഒരു തീരുമാനം എടുക്കണം, അതിൻ്റെ കൂടെ നിൽക്കുക എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ഒരു ഇതുള്ളതുകൊണ്ട് കൂടുതൽ ഉദ്യോഗസ്ഥരാണ് കാര്യങ്ങൾ നിർദ്ദേശങ്ങൾ നൽകുന്നതെല്ലാം. ഞാൻ മനസ്സിലാക്കിയത് ഇന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ മുമ്പിൽ സർക്കാർ ഒരു പെറ്റീഷനിട്ട് ഇതിൽ ഇടപെടാനുള്ള ഒരു അനുവാദം ചോദിക്കുന്നുള്ളതാണ് മനസ്സിലാക്കിയത്. അപ്പോൾ അതേ തുടർന്ന് ഒരുപക്ഷെ സർക്കാർ ഇതിൽ ഒരു തീരുമാനം എടുക്കും. ആ തീരുമാനത്തിനോട് യോജിച്ച് ദേവസ്വങ്ങൾ പ്രവർത്തിക്കും. വളരെ ദുഃഖകരമാണ്, വളരെയധികം വിഷമിപ്പിക്കുന്നൊരു കാര്യമാണ്. എന്തുകൊണ്ടെന്നാൽ വളരെയധികം നിയന്ത്രണങ്ങളോടുകൂടി നടത്തി വരുന്ന വെടിക്കെട്ടാണ് കഴിഞ്ഞൊരു 10-20 കൊല്ലമായിട്ട്. എനിക്ക് തോന്നുന്നത് 2006 ഒരു വെടിക്കെട്ട് അപകടം ഇവിടെ നടന്നത്. അത് പാടൂക്കാട് പാറമേക്കാവിൻ്റെ ആനക്കോട്ടയിൽ വെച്ചിട്ടാണ് നടന്നത്. അത് കഴിഞ്ഞ് ഏതാണ്ട് 20 കൊല്ലം കഴിഞ്ഞപ്പോൾ വീണ്ടും ഒരു അപകടം നടന്നിരിക്കുകയാണ്. അത് നടക്കാൻ പാടില്ലായിരുന്നു.